10th പ്രിലിമിനറിയിലെ ഇന്ത്യാ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അതിലാദ്യം ബ്രഹ്മസമാജം പരിചയപ്പെടാം. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 ഓഗസ്റ്റ് 20-നാണ്. ശ്രദ്ധിച്ചു വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ ബ്രഹ്മസഭ എന്നും പിന്നീട് ബ്രഹ്മസമാജ് എന്ന് 1830 പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഇത് രണ്ടായിട്ട് പിരിഞ്ഞത് 1866-ലാണ്. ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ ദേവേന്ദ്രനാഥ് ടാഗോർ, ആദിദേവ്. അതുപോലെ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്ര സെന്നാണ്. ഭാരത കേശവൻ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഇനി സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാണ് ആനന്ദമോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രിയും. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു? അയ്യത്താൻ ഗോപാലൻ. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയതാരായിരുന്നു? നമ്മുടെ അക്ബർ രണ്ടാമനായിരുന്നു. ഇന്ത്യയിലെ ആധുനിക യുഗത്തിൻ്റെ സ്ഥാപകൻ എന്ന് രാജാറാം മോഹൻ റായെ വിശേഷിപ്പിച്ചതാരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റായ് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റായ് വിശേഷിപ്പിച്ചത്. രാജാറാം മോഹൻ റായ് ആത്മീയ സഭ സ്ഥാപിച്ചത് ഏത് വർഷമായിരുന്നു? 1815-ലാണ് ആത്മീയ സഭ. ഇത് പ്രീവിയസ് ചോദ്യമാണ്. അതുപോലെ രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. പ്രധാനമുള്ള ചോദ്യമാണ്. രാജാറാം മോഹൻ റായ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. രാജാറാം മോഹൻ റായ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ഏതാണ്? ബംഗദൂത്. രാജാറാം മോഹൻ റായ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1825. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ രാജാറാം മോഹൻ റായുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ. ഏതാണ്? തത്വബോധിനി സഭ. രാജാറാം മോഹൻ റായുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? അർണോസ് വാലെ ശ്മശാനം, ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ട്. ഏതാണ്? അർണോസ് വാലെ ശ്മശാനം, ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ട്. രാജാറാം മോഹൻ റായുടെ പ്രധാന പുസ്തകങ്ങളാണ് തുഫത്തുൽ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നാണ് അതിൻ്റെ പരിഭാഷ, ജീസസിൻ്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. ഇത് കൺഫ്യൂഷൻ ആവുന്നൊരു ചോദ്യമാണ്. തുഫത്തുൽ മുവാഹിദീൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലും തുഫത്തുൽ മുജാഹിദീൻ കേരള ഹിസ്റ്ററിയിലും പഠിക്കാനുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, മുവാഹിദീൻ വരുമ്പോൾ രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അടുത്തത് രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രകാരൻ്റെ പേരാണ് മേരി കാർപ്പൻ്റർ. ആരാണ്? മേരി കാർപ്പൻ്ററാണ് രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രകാരൻ. രാജ മേരി, അങ്ങനെ ഓർമ്മിച്ചാൽ മതി, രാജ മേരി. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം ജനിച്ചത് 1772 മെയ് 22-നാണ് ജനിച്ചത്. ജന്മസ്ഥലം രാധാനഗർ. പിതാവ് രമാകാന്ത് റോയും മാതാവ് താരിണി ദേവിയും. ഇനി വിശേഷണങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നും അറിയപ്പെടുന്നു. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ജാതി വ്യവസ്ഥ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത്രയും പോയിൻറ്റ്സ് നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത തത്വബോധിനി സഭ. തത്വബോധിനി സഭ സ്ഥാപിച്ചത് 1839-ലാണ്. ആരായിരുന്നു സ്ഥാപകൻ? ദേവേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ട ഈ പോയിൻ്റേ ഉള്ളൂ. തത്വബോധിനി സഭ ആരംഭിച്ചത് 1839-ലാണ്. ഇത് രാജാറാം മോഹൻ റായുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ചൊരു പ്രസിദ്ധീകരണമുണ്ട്. അതാണ് തത്വബോധിനി പത്രിക. അത് കിട്ടും. അതേപോലെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ് ടാഗോർ. ഇത്ര ഓർമ്മിക്കുക. അടുത്തത് പ്രാർത്ഥനാ സമാജം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിലെപ്പോഴും ചോദിച്ചു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അതെല്ലാവർക്കും അറിയാം. ആത്മാറാം പാണ്ഡു രംഗ്. വർഷം 1867.
പിന്നെ അതുപോലെ മഹാദേവ് ഗോവിന്ദ റാനഡെയും രാമകൃഷ്ണ ഭണ്ഡാർക്കറൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പ്രയർ സൊസൈറ്റി. അടുത്ത ദേവസമാജം. ദേവസമാജം രൂപീകരിച്ചത് 1864 നഗരം സ്ഥാപിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ മദ്രാസിലായിരുന്നു. നേതാക്കൾ ശ്രീധർലു നായിഡു, കേശവചന്ദ്ര സെൻ. ഇനി ഭാരതീയ ബ്രഹ്മസമാജം അറിയപ്പെടുന്ന മറ്റൊരു പേരാണിത് ഇന്ത്യൻ ബ്രഹ്മസമാജം. പിന്നെ അടുത്തത് പൂന സാർവജനിക് സഭ പഠിക്കാം. പൂന സാർവജനിക് സഭ 1870 രൂപീകരിച്ചത്. ഇത് സ്ഥാപിച്ചത് മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. പിന്നെ പൂന സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവായിരുന്നു ആര്? ബാലഗംഗാധര തിലക്. ഇതിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായിരുന്നു മീര പവഗി. ആരാണ്? മീര പവഗി. അപ്പം മീര പവഗി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂനെ സാർവജനിക് സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് മഹാദേവ് ഗോവിന്ദ റാനഡെ ആരാണ്? അദ്ദേഹം പശ്ചിമേന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു പ്രസിദ്ധമായൊരു കൊട്ടേഷനുണ്ട്: പഠിക്കാൻ അവസരം ലഭിച്ച ഓരോ ആളും അത് ലഭിക്കാത്ത ഓരോരുത്തരെയും പഠിപ്പിക്കണം എന്നഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്ത് മഹത്തായ വചനമല്ലേ. അതുപോലെ റാനഡെയുടെ പ്രശസ്തമായ കൃതിയാണിത്, റൈസ് ഓഫ് ദി മറാത്ത പവർ. എന്താണ് റൈസ് ഓഫ് ദി മറാത്ത പവർ? MG റാനഡെയും ആത്മറാം പാണ്ഡുരംഗും ചേർന്ന് രൂപീകരിച്ച സമാജമാണിത്, പ്രാർത്ഥനാ സമാജം. ഏതാണ്? പ്രാർത്ഥനാ സമാജം. ഇനി ദേവസമാജം. ദേവസമാജം രൂപീകരിച്ചത് 1887 പണ്ഡിറ്റ് ശിവനാരായണ അഗ്നിഹോത്രിയായിരുന്നു അത് സ്ഥാപിച്ചത്. ഇനി അടുത്ത സത്യശോധക് സമാജമുണ്ട്. അതിൻ്റെ സ്ഥാപകൻ ജ്യോതിറാവ് ഫൂലെയാണ്. സ്ഥാപിച്ച വർഷം 1873. ഇത് ഗോവിന്ദറാവ് ഫൂലെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജ്യോതിറാവ് ഫൂലെ എന്നത്. പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാംഗിരി. ഏതാണ്? ഗുലാംഗിരി. സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഗേൽ ഓംവെറ്റ്. ആരാണ്? ഗേൽ ഓംവെറ്റ്. സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗേൽ ഓംവെറ്റ്. സത്യശോധക് സമാജിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ദീനബന്ധു. ഏതാണ്? ദീനബന്ധു. അടുത്തതായി അലിഗഡ് സൊസൈറ്റി. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. അതൊക്കെ അവിടെ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ.